അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ അമയ KV. ഇന്ന് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം. സൈന്യത്തിന് നൽകാം ഒരു ബിഗ് സല്യൂട്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് മെയ് 21 ഇന്ത്യയിൽ ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കുകയാണ് ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജനങ്ങൾക്കിടയിൽ സമാധാനം, മാനവികത, ഐക്യം, സൗഹാർദ്ദം എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയും ഭീകരവാദത്തിന്റെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീകരവാദം ഒന്നിനും പരിഹാരമല്ല എന്ന വസ്തുതയെക്കുറിച്ച് ഇന്നത്തെ ദിനം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ഭീകരവാദം. ജാതിയോ മതമോ ലിംഗമോ ദേശമോ ഭാഷയോ ഒന്നും ഭീകരവാദികൾക്ക് ബാധകമല്ല. മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും അസമത്വത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഒക്കെ പേരിൽ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് കാൽവഴുതി വീഴുന്ന യുവത്വങ്ങൾ നിരവധിയാണ്. 1991 മെയ് 21 ഇന്ത്യയുടെ 7ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനു ശേഷമാണ് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പദൂരിൽ വെച്ച് LTTE ഭീകരർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. രാജീവ് ഗാന്ധിയെ പൂമാല അണിയിക്കാനെന്ന രീതിയിൽ ബെൽറ്റ് ബോംബ് ധരിച്ചെത്തിയ ഒരു സ്ത്രീയാണ് ചാവേർ ആക്രമണം നടത്തിയത്. ജനക്കൂട്ടത്തിലൂടെ രാജീവ് ഗാന്ധിയുടെ അടുത്തെത്തിയ സ്ത്രീ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആക്രമണത്തിൽ രാജീവ് ഗാന്ധി ഉൾപ്പെടെ 17 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് VP സിംഗ് സർക്കാരിന് കീഴിൽ മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഈ ദിവസം എല്ലാ സർക്കാർ ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയെടുക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയോടെയായിരുന്നു രാജീവ് ഗാന്ധി തന്റെ 40ാം വയസ്സിൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. 1991 രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് നൽകി. രാജീവ് ഗാന്ധിയുടെ സ്മരണയ്ക്കായി ഭാരത സർക്കാർ 1991 തന്നെ അദ്ദേഹത്തിന്റെ ചിത്രമാലേഖനം ചെയ്ത ₹1 നാണയങ്ങളും പുറത്തിറക്കിയിരുന്നു. രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം വീർ ഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും ഭീകരവാദം എല്ലാ രീതിയിലും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമാധാനത്തിന്റെ പാതയിലൂടെയും സന്ധി സംഭാഷണങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതിനാൽ എല്ലാറ്റിനുമുപരിയായി മാനവികത ഉയർത്തിപ്പിടിക്കേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകതയാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.